നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൈക്കോളജി SIയുടെ 10 MCQ ചോദ്യങ്ങളാണ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ആൻസർ ചെയ്ത് നോക്കുക. കഴിഞ്ഞ വർഷമൊക്കെ ജസ്റ്റ് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ലിസ്റ്റിൽ പെടാതെ പോയ കുട്ടികളുണ്ട്. അപ്പൊ അവരൊന്നും കൂടെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യം ലിസ്റ്റിനകത്ത് ഉൾപ്പെടാൻ സാധിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Dash believed in a general intelligence factor. ആരാണ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ജനറൽ ഇന്റലിജൻസ് ഫാക്ടറിൽ വിശ്വസിച്ച സൈക്കോളജിസ്റ്റ്? ഓപ്ഷൻ എ സ്റ്റേൺബർഗ്, ഓപ്ഷൻ ബി സ്പിയർമാൻ, ഓപ്ഷൻ സി ഗാർഡ്നർ, ഓപ്ഷൻ ഡി തേർസ്റ്റൺ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. സ്പിയർമാൻ ആണ് ജനറൽ ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? എല്ലാവരിലും ഇന്റലിജൻസ് ഉണ്ട് അല്ലെ. ആ എല്ലാവരിലും ഉള്ളതാണ് ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എന്നാൽ ചില ആൾക്കാരില് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ഇന്റലിജൻസ് കാണും. ഇപ്പൊ സ്പേഷ്യൽ ഇന്റലിജൻസ്, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് സംസാരിക്കാനുള്ള ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, മ്യൂസിക്കൽ ഇന്റലിജൻസ്, അങ്ങനെ ചിലർക്ക് മാത്രം ചില പ്രത്യേക ഇന്റലിജൻസ് കാണും. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതും എന്നാൽ എല്ലാ മനുഷ്യർക്കുമുള്ള കോമൺ ഫാക്ടർ ആയിട്ട് വരുന്ന ഇന്റലിജൻസ് ആണ് ജനറൽ ഇന്റലിജൻസ് എന്നും വിശ്വസിച്ചതാണ് സ്പിയർമാൻ എന്ന് പറയുന്ന വ്യക്തി. അടുത്തത്, ഇൻ ടേംസ് ഓഫ് ഇന്റലിജൻസ്, ഓപ്ഷൻ എ ഐഡന്റിക്കൽ ട്വിൻസ് ആർ മോർ സിമിലർ ടു വൺ അനദർ ദാൻ ആർ ഫ്രട്ടേണൽ ട്വിൻസ്. ഓപ്ഷൻ ബി ഫ്രട്ടേണൽ ട്വിൻസ് ആർ മോർ സിമിലർ ടു വൺ അനദർ ദാൻ ആർ നോൺ ട്വിൻ സിബ്ലിംഗ്സ്. ഓപ്ഷൻ സി adopted children are more similar to their biological parents than their adoptive parents. Option D, all of the above statement are true. എന്തായിരിക്കും ആൻസർ വരുന്നത്? എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അടുത്തത്, ഫ്ലൂയിഡ് ഇന്റലിജൻസ് ടെൻസ് ടു ഡാഷ് വിത്ത് ഏജ് വൈൽ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ടെൻസ് ടു ഡാഷ് വിത്ത് ഏജ്. അതായത് ഫ്ലൂയിഡ് ഇന്റലിജൻസ് വയസ്സ് കൂടുന്നതിനനുസരിച്ച് കൂടുവാണോ കുറയുവാണോ, അതുപോലെ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് വയസ്സിനനുസരിച്ച് കൂടുവാണോ കുറയുവാണോ, ഇതാണ് നമുക്ക് അറിയേണ്ടത്. ദെൻ ഫ്ലൂയിഡ് ഇന്റലിജൻസിന് എന്ത് സംഭവിക്കും? ടെൻസ് ടു ഡാഷ് വിത്ത് ഏജ്. എന്തായിരിക്കും? ഡിക്രീസ് വിത്ത് ഏജ്. ഫ്ലൂയിഡ് ഇന്റലിജൻസ് വയസ്സ് കൂടുമ്പോൾ കുറയുന്നു, ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് വയസ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുന്നു. ഓക്കെ ആണല്ലോ. അടുത്തത് 4. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് സ്റ്റേൺബർഗ് ട്രയാർക്കിക് ഇന്റലിജൻസ്? സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് ഇന്റലിജൻസിനകത്ത് ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ക്രിയേറ്റീവ്, പ്രാക്ടിക്കൽ, ഫ്ലൂയിഡ്, അനലറ്റിക്കൽ. ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഏതാണ്? പെട്ടെന്ന് കിട്ടും, ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആണ് കേട്ടോ. അടുത്തത്, അറ്റ് വാട്ട് സ്റ്റേജ് ഓഫ് എറിക്സൺസ് തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് ഡസ് ആൻ ഇൻഫന്റ് ഡെവലപ്പ് എ സെൻസ് ഓഫ് ട്രസ്റ്റ്? എപ്പോഴാണ് ഒരു കൊച്ചു കുട്ടിക്ക് ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സെൻസ്? എറിക്സന്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് തിയറി എല്ലാവർക്കും അറിയാലോ, 8 സ്റ്റേജ് ഉൾപ്പെടുന്നത്. അതിനകത്ത് കുട്ടിക്ക് ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലാണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഏത് സ്റ്റേജാ? ഓപ്ഷൻ ഡി ഇൻഫൻസി. 6. വാട്ട് ഈസ് ദ എസെൻഷ്യൽ തീം ഓഫ് ദി സെക്കൻഡ് സ്റ്റേജ് ഓഫ് എറിക്സൺ തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ്? വാട്ട് ഈസ് ദി എസെൻഷ്യൽ തീം ഓഫ് ദി സെക്കൻഡ് സ്റ്റേജ് ഓഫ് എറിക്സൺ തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ്? ഏതാണ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റിന്റെ രണ്ടാമത്തെ സ്റ്റേജിൽ പറയുന്ന എസെൻഷ്യൽ തീം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് അല്ലെ. സെക്കൻഡ് സ്റ്റേജ് 3 തൊട്ട് വയസ്സുള്ളതിൽ അവിടെ കുട്ടിക്ക് എന്താണ് പറ്റുന്നത്? ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്തത്, വിച്ച് ഓഫ് ദി സ്റ്റേജ് ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദി പ്രീ സ്കൂൾ ഇയേഴ്സ്? പ്രീ സ്കൂളിൽ ഉണ്ടാവുന്ന സ്റ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വയസ്സ് തൊട്ടാണ്? ഏകദേശം 4 വയസ്സ് തൊട്ട് കേട്ടോ. വാട്ട് ഈസ് ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോ അനാലിസിസ്? സൈക്കോ അനലിറ്റിക് തിയറി ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സൈക്കോ അനാലിസിസിന്റെ മെയിൻ പ്രിൻസിപ്പിൾ? ഓപ്ഷൻ എ, പീപ്പിൾ ക്യാൻ എക്സ്പീരിയൻസ്, gather assess and gain insight into their state of mind by bringing the content of the unconscious into conscious awareness. Option B, personality development is heavily influenced by the events of early childhood. Option C, people use defense mechanisms to protect themselves from information contained in the unconscious. Option D, emotional and psychological problems such as depression and anxiety are often rooted in conflict between the conscious and unconscious mind. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. അത് കൃത്യമായി പഠിച്ചവർക്ക് ആൻസർ എഴുതാൻ പറ്റും ഇതൊക്കെ. അക്കോർഡിംഗ് ടു സൈക്കോ അനാലിസിസ്, വാട്ട് ഇൻഫ്ലുവൻസ് എ പേഴ്സൺസ് ബിഹേവിയർ? സൈക്കോ അനാലിസിസ് വെച്ചിട്ട് പേഴ്സന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏതാണ്? ഏതായിരിക്കും? ഓപ്ഷൻ ബി ദെയർ അൺകോൺഷ്യസ് ഡ്രൈവ് ആണ് കേട്ടോ. അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അൺകോൺഷ്യസ് ഡ്രൈവ്സ് ആണ്. വാട്ട് ഈസ് എ കേസ് സ്റ്റഡി? എന്താണ് ഒരു കേസ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാല്? നമ്മൾ പറയാറുണ്ട് അല്ലെ, കേസ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കുറെ ആൾക്കാരെ പറ്റി പഠിക്കുന്നതാണോ? ഹിസ്റ്ററി പഠിക്കുന്നതാണോ?
ഒരു പർട്ടിക്കുലർ ഇവന്റിനെ പറ്റിയിട്ട്. ജനറ്റിക് മേക്കപ്പ് എങ്ങനെയാണെന്ന് പഠിക്കുന്നതാണോ? അല്ല. an in-depth study of one person, group or event. ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ടോ ഇവന്റിനെ പറ്റിയിട്ടോ ഒരാളെ പറ്റിയിട്ടോ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഇൻഡെപ്തിൽ പഠിക്കുന്നതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതൊരു 10 ചോദ്യങ്ങളാണ്. ഈ 10 ചോദ്യങ്ങളും ആൻസർ എഴുതാൻ മിക്ക ആൾക്കാർക്കും കഴിഞ്ഞു കാണും. കാരണം പല ആൾക്കാരും കഴിഞ്ഞ വർഷം തൊട്ടേ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ പഠിച്ചിരിക്കുന്നവരാണ്. സൈക്കോളജിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എവിടെ കണ്ടാലും നിങ്ങൾ ആൻസർ ചെയ്യുക. 10 മാർക്ക് എങ്ങനെയെങ്കിലും സ്കോർ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.